ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? അപ്പോൾ ഇവിടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുടെ വീഡിയോ ഇട്ടിരുന്നു. അതിലൊന്നായിരുന്നു അരഗജ, ജവാദ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. അരഗജനെ പറ്റി പറഞ്ഞപ്പോൾ 2 കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് സാഫ്രോണും ഒന്ന് ബ്ലാക്കും. അപ്പോൾ ഇതാണ് ബ്ലാക്ക്, അരഗജ ബ്ലാക്ക്. പിന്നെ ഞാൻ വേറൊരു കളറും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു യെല്ലോ കളറ്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സെയിം അതേ ടിന്നിൽ തന്നെയാണ് കേട്ടോ വരണത്, ഒരേ സൈസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കാം, ഒരു കേസരി കളറാണ്. നമ്മൾ കേസരി ഉണ്ടാക്കില്ല, ഒരു സ്വീറ്റ്. അപ്പോൾ അതിൻ്റെ കളറാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പുണുക് എന്നാണ് കേട്ടോ. പുണുക് നമ്മുടെ ഇവിടെ കിട്ടില്ല. ഇത് നിങ്ങളിവിടുത്തെ അങ്ങാടി കടയിലും പൂജാക്കടയിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല. കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. പുണുക് തമിലിയൻസ് ആണ് കൂടുതലും. ഞാൻ പലരും സിദ്ധ പാരമ്പര്യത്തിൽപ്പെട്ട 16 അമൂല്യമായ പൂജാവിധികളിൽ പെട്ട ഒരു സംഭവങ്ങളാണ് പുണുക്, അരഗജ, ജവാദ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പുണുക് എന്ന് പറയുന്ന ഈ സംഭവം വെരുകുണ്ടല്ലോ, വെരുക് പോലത്തെ ഒരു മൃഗത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പുണുക്. ഈ പുണുക് ശരിക്കും ഒറിജിനൽ പുണുകിന് 1 ഗ്രാമിന് 7000 മുതൽ 8000 രൂപ വരെയാണ് അതിൻ്റെ ശരിക്കുള്ള കോസ്റ്റ് വരുന്നത്. സാധാരണ ഇതേപോലെ കിട്ടുന്ന പുണുക് എല്ലാം അതിൻ്റെ എസെൻസ്, അതിൻ്റെ ചെറിയൊരു അംശം എസെൻസ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്കിത് തരാം. കാരണം അത്രയും ഒരു 7000-8000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ ആൾക്കാർക്കൊന്നും അഫോർഡബിൾ അല്ല അല്ലേ. എസെൻസ് എടുത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഈ പുണുക്. പുണുക് എന്ന് പറയുന്നത് അതിൽ പൂനെ എന്നാണ് അവർ പറയുന്നത് തമിഴിൽ. പൂനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച, ഒരു കറുത്ത പൂച്ച, കറുത്തിരിക്കും. പൂച്ചേനേക്കാളും ചെറിയ സൈസായിരിക്കും. അത് ഏകദേശം ഒരു വെരുകിനെയൊക്കെ പോലെ തന്നെ ഇരിക്കും കാണാൻ. അപ്പോൾ ഇതിനെ വൈദ്യർ പിടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അത് പിടിച്ചിട്ട് അതിൻ്റെ നമ്മളെന്താ പറയുക, ഈ തിമിംഗലത്തിൻ്റെ ഛർദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു പല്ല് ചിരയ്ക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ ഈ വെരുകിൻ്റെ കാഷ്ടം മീൻസ് വേസ്റ്റ്, പുറത്തേക്ക് പോകുന്ന വേസ്റ്റിൽ നിന്നാണ് ഈ പുണുക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഈ പുണുക് ഇങ്ങനെ തേച്ചിട്ട് അതിൻ്റെ മേലെ അരഗജ വേണമെങ്കിൽ തേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുണുക് വെച്ചിട്ട് നമുക്ക് പൊട്ട് തൊടാം, കുങ്കുമം തൊടാം. ഇത് സാധാരണ ഭ്രൂമധ്യയിൽ ആണ് തൊടുന്നത് പുണുക്. ഭ്രൂമധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ഈ സ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ പൊട്ട് തൊട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വേണമെങ്കിൽ കുങ്കുമം വയ്ക്കുമ്പോൾ പുണുക് തൊട്ടിട്ട് നമുക്ക് കുങ്കുമം വയ്ക്കാം, അല്ലെങ്കിൽ പുണുക് തൊട്ടിട്ട് നമുക്ക് അരഗജ വയ്ക്കാം. ഇവിടെയും വയ്ക്കാം, ഭ്രൂമധ്യയിലും വയ്ക്കാം, നെറ്റിയിലും വയ്ക്കാം. ഇത് കൂടുതൽ ആക്ച്വലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അട്രാക്ഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പുണുക് തമിലിയൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓറ ബ്രൈറ്റൻ ആവും. ഓറയ്ക്ക് ഒരു എന്താ പറയണേ, ഒരു അട്രാക്ഷൻ പവർ ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും, ഏത് കാര്യം മനസ്സിലാഗ്രഹിച്ചാലും, അല്ലെങ്കിൽ എന്തിനെങ്കിലും നല്ല കാര്യത്തിന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഈ പുണുകും അരഗജയും ചേർത്ത് മിക്സ് ചെയ്ത് തൊട്ട് കഴിഞ്ഞാൽ ആ കാര്യമെല്ലാം നല്ല ശുഭമായിട്ട് നല്ല സ്മൂത്തായിട്ട് നടക്കും എന്നാണ് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം മാത്രമല്ല, ഇത് സത്യവും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സിദ്ധ പാരമ്പര്യത്തിൽ വരുന്ന കാരണം നമ്മൾ കേരളീയൻസിനൊക്കെ ഈ സിദ്ധ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിൽ നിന്ന് കുറേ അകലെയാണ്. ഈ സിദ്ധന്മാരുടെ പാരമ്പര്യങ്ങൾ കൂടുതലും സിദ്ധന്മാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ, തമിഴ്നാട്ടിലാണ്. ഭോഗരായിക്കോട്ടെ, അഗസ്ത്യർ, തമിഴിയൻസിലാണ്, അവിടെയാണ് കൂടുതലും സിദ്ധ പാരമ്പര്യം. ചിലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തമിഴിയൻസ് പച്ച കളറുള്ള മുണ്ട് ഉടുത്തിട്ട് പോകുന്നത് ഇല്ലേ. ആ പച്ച എന്ന് പറയുന്നത് അതും സിദ്ധ പാരമ്പര്യത്തിൽ വരുന്നതാണ്. അപ്പോൾ പച്ച എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുബേരചന്ദനം എന്ന് പറയും ഇതിന്. നോക്കാം, പച്ച കളറാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ചന്ദനം തൊടില്ലേ, ഞാൻ നെറ്റി തൊട്ട് കാണിച്ചു തരാം. കണ്ടോ, ചന്ദനത്തിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ. അതിന് ലിക്വിഡ് ഫോമിലാണ്
ഇതും തുറക്കുമ്പോൾ നല്ല സൂപ്പർ മണം. ഇതിന് കുബേരചന്ദനം എന്നാണ് പറയുക. കുബേരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ധനത്തിൻ്റെ ദേവനാണ് കുബേരൻ. കുബേരനെ പൂജ ചെയ്യുന്നതും കുബേരൻ്റെ സ്റ്റാച്യൂസൊക്കെ ഫെങ്ഷുയിൽ നിങ്ങൾ വയ്ക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ പച്ച റെപ്രസെൻ്റ് ചെയ്യുന്നത് കുബേരനെയാണ്. പച്ച കുബേരനെ മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, പച്ച മുരുകനെ റെപ്രസെൻ്റ് ചെയ്യും, പച്ച ഹനുമാൻ സ്വാമിനെ റെപ്രസെൻ്റ് ചെയ്യും. ബുധനാണ്. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണ്, പ്രോസ്പെരിറ്റിയാണ് പച്ച കളറ്, ശുഭമാണ്, ധനത്തിനെയാണ് മെയിനായിട്ട് കുബേരൻ്റെ ചന്ദനം നമ്മൾ തൊടുന്നത് കേട്ടോ. സെൽവം, സെൽവം എന്നാണ് തമിഴിൽ പറയാം. സെൽവം എന്ന് പറയുന്നത് നമ്മുടെ ധനമാണ്. അപ്പോൾ അതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും എപ്പോഴും എന്താ പറയണേ, ആ ധനത്തിനെ സൂക്ഷിച്ച് ഭദ്രമായി കൊണ്ട് നടക്കാനും. നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം എന്നുള്ള പറയുന്നത് ഒരു മായ കൂടിയാണ്. അതും കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം. ധനം ലക്ഷ്മി കൂടിയാണ്, നമുക്കറിയാം അല്ലേ. ധനം ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ വന്നിട്ട് അതിന് ശരിയായി യൂസ് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലക്ഷ്മിയെ പിന്നെ കയറി വരണമെങ്കിൽ ഇഷ്ടംപോലെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ അത്രക്കിട്ട് വലയ്ക്കും. ആ കാശിൻ്റെ മൂല്യം നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളെ വലയ്ക്കും. അപ്പോൾ ധനം എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, മായ കൂടിയാണ്. ധനം കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ മായയിൽ പെട്ടുപോകും. അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും, ചിന്തിക്കാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ധനത്തിൽ നമ്മൾ മായയിൽ പെട്ട് നമ്മുടെ ഇഷ്ടം പോലെ സ്വത്തായിക്കോട്ടെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും നമ്മൾ നമ്മുടെ ആ ധനത്തിന്. അത് വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവും. വളരെ ചെറിയൊരംശം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ റീഡിങ്ങിൽ കൂടുതലും വരുന്നത് മണി റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവരാണ്. അതിൽ ഒട്ടുമിക്കവരും ഒരു 90% ആൾക്കാരും ധനം കയ്യിൽ കിട്ടിയിട്ട് അതിനെ ശരിയായി വിനിയോഗിക്കാതെ ഇപ്പോൾ 0 എന്നുള്ളൊരവസ്ഥയിൽ തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഒട്ടനവധി പേരും. അപ്പോൾ ധനത്തിന് മായ എന്നും കൂടി ഒരർത്ഥമുണ്ട്. അപ്പോൾ ആ ധനം നമ്മളിലേക്ക് എപ്പോൾ വരുന്നു അതിനെ സൂക്ഷ്മതയോടുകൂടി ബുദ്ധിപൂർവമായി കൈകാര്യം ചെയ്ത് അതിനെ നമ്മളിൽ നിന്നും വിട്ടുപോകാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഈ കുബേരചന്ദനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടില്ല, ഞാനിതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തന്നെ ഇത് വളരെ റെയറായിട്ടാണ് കിട്ടിയത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കുപ്പിയാണിത്. ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത്, അതാണ് ഞാനിപ്പോൾ തൊട്ടത്. ഇനി മുതൽ എനിക്കിത് തൊടാം. അപ്പോൾ എനിക്ക് അമിതമായിട്ട് പണക്കാരൊക്കെ ആവണം എന്നുള്ള അങ്ങനൊരു ചിന്തയിലൊന്നുമല്ല ഞാനിത് തൊടുന്നത്. നമ്മുടെ കയ്യിലുള്ള ധനത്തിൽ മായയിൽ പെടാതെ നല്ല രീതിയിൽ വിനിയോഗിക്കാനും അത് മറ്റുള്ളവർക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ ആക്കണം എന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് എൻ്റെ മൈൻഡ് പോകുന്നത്. അതിന് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ എനിക്ക് ധനം വേണ്ടേ? ചാരിറ്റി ചെയ്യണമെങ്കിലായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവശരായി കിടക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിൽ ധനം വേണ്ടേ? ആ ധനത്തിന് ബുദ്ധിപൂർവമായിട്ടും വിനിയോഗിക്കുകയും കൂടി ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. ധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അതിന് സൂക്ഷ്മതയോടുകൂടി ബുദ്ധിപൂർവമായി കൈകാര്യം ചെയ്യുന്നതിലാണ് പലർക്കും പാളിച്ചു പറ്റുന്നത്. അപ്പോൾ ഞാനൊരു കുബേരചന്ദനം വാങ്ങിച്ചു. പിന്നെ വേറെ ഉള്ളത് അരഗജയുടെ എണ്ണയുണ്ട്, ഓയിലുണ്ട്. ഇത് നോക്കാം, അരഗജയുടെ ഓയിലാണിത്. ഇത് അരഗജയുടെ ഇതാണ്, പേസ്റ്റാണ്, മയ്യെന്ന് പറയും. നമുക്ക് തൊടാം. നമ്മൾ പിരികത്തിൽ തൊടും, ലേഡീസ് പൊട്ടായിട്ട് തൊടും, ഉച്ചിയിൽ തൊടും, ഉള്ളം കൈയിൽ, കുഞ്ഞുങ്ങൾക്ക് ഉള്ളം കൈയിലൊക്കെ തൊടും. അപ്പോൾ ഇത് അരഗജ, നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. വേറെ ഒന്നുള്ളത് അരഗജയുടെ ഓയിലാണ്. ഇതും അരഗജയുടെ എസൻസ്, ഞാൻ പറഞ്ഞല്ലോ പുണു പോലെ തന്നെ അതിൻ്റെ എസൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ചന്ദനത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തൊടാം, കുങ്കുമം ഇതിൽ മിക്സ് ചെയ്ത് ചാലിച്ചിട്ട് തൊടാം. ഇതും പുണുകും കുബേരൻ്റെ ചന്ദനവും, ഈ 3 ഐറ്റംസ് നിങ്ങൾക്ക് പരിചയം കുറവായിരിക്കും. അറിയുന്നവർ പലരും ഉണ്ടാവും, പക്ഷെ വളരെ ഒട്ടുമിക്ക പേർക്കും അറിയാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റാണ് എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തി തരണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. അരഗജയ്ക്കൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് കിട്ടി. ഞാൻ കുറച്ച് പേർക്ക് അയച്ചിരുന്നു, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഇനിയും കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു ഇന്നോ നാളേക്ക് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ കുറച്ച് പേരുടെ ഓർഡർ എനിക്ക് ഇന്ന് അയക്കാൻ പറ്റിയില്ല, നാളെ അയക്കാൻ പറ്റുള്ളൂ.
അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പുണുക് എന്നൊരു സംഭവം ഇത് വളരെ ഭയങ്കര റെയറാണ് കേട്ടോ കിട്ടാൻ. ഇത് എനിക്കെന്തോ ലക്കിലി കിട്ടിയതാണ്. ഇത് ഓർഡർ വേണ്ടവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്. അരകച്ചയൊക്കെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കാം. പക്ഷേ പുണുകൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. പുണുക് ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇതിലുണ്ട്, എല്ലാത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് മാത്രം വരട്ടെ. പിന്നെ വേറൊരു സാധനത്തിനെ പറ്റിയും കൂടി എനിക്ക് പറയാനുണ്ട്, വെട്രിവേൽ മാല. അത് ഞാൻ വഴിയേ പറയാം, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ വഴിയേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പച്ച കുങ്കുമം നിങ്ങൾ തൊടുന്നത് നല്ലതാണ് കേട്ടോ. പച്ച എന്നുള്ളത് ബുദ്ധി, നമ്മുടെ അറിവ്, ജ്ഞാനം ഒക്കെ കൂടാൻ സഹായിക്കും. പിന്നെ ധനം, പ്രോസ്പെരിറ്റി. പച്ച എന്ന് പറയുന്ന സിദ്ധ സമ്പ്രദായത്തിൽ വരുന്ന ഒരു കളറും കൂടിയാണ്. സിദ്ധന്മാരുടെ പാരമ്പര്യ കൂട്ടിൻ്റെ കളറും കൂടിയാണ് പച്ച. ഇത് കണ്ടില്ലേ ഞാനിട്ടേക്കുന്ന പച്ച നൂല്, ഇത് ഞാൻ കനകംപട്ടി സിദ്ധരുടെ അവിടെ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്, ഞാൻ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പച്ച നൂല്. അപ്പോൾ ഞാനത് കനകംപട്ടി സിദ്ധരുടെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി കനകംപട്ടി സിദ്ധരാരാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോളാം. അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി പറയാനുണ്ട്. ഞാനും അപ്പോൾ എനിക്കും ഇൻട്രസ്റ്റാണ് സിദ്ധ പാരമ്പര്യം, സിദ്ധ കൾച്ചർ, അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്കിഷ്ടമാണ് സിദ്ധ പാരമ്പര്യം. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇതേപോലത്തെ പുതിയ പുതിയ അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റാ.